ചങ്ങനാശ്ശേരി അതിരൂപത നമ്മുടെ സഭാഗാത്രത്തിൽ താക്കോൽ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു അതിരൂപതയാണ്. പ്രഗത്ഭരായ അഭിയന്യ പ്രിയാളശ്ശേരി, കളാശ്ശേരി, പടിയറ, പൗവത്തിൽ, പെരുന്തോട്ടം പിതാക്കന്മാരുടെ തുടർച്ചയിൽ നിൽക്കാനായിട്ട് തറയിൽ പിതാവിനെ ദൈവം നിയോഗിച്ചത് വലിയൊരു നിയോഗമായിട്ട് ഞാൻ കരുതുകയാണ്. സഭാപാരമ്പര്യങ്ങളിൽ അൺഷെയ്ക്കബിൾ റോക്കായിട്ട് എന്നും നിൽക്കാനും സാമൂഹ്യ വിഷയങ്ങളിൽ ആധികാരികമായ സ്വരമായിട്ട് നിൽക്കാനും ചങ്ങനാശ്ശേരിക്ക് എന്നും കഴിഞ്ഞിട്ടുണ്ട്. ട്രഡീഷൻ ഈസ് ദ ജീനിയസ് ഓഫ് ദ ചർച്ച് എന്ന് തിരിച്ചറിയാനും ആ രീതിയിലുള്ള കാറ്റക്കിസിസ് നൽകുവാനും ആ രൂപതയ്ക്ക് കഴിഞ്ഞത് ഭാഗ്യമായി. The womb that birthed the Syro-Malabar Church is the apostolic preaching of St. Thomas the Apostle. മാർവാലാഹ് ആത്മീയതയിൽ നിന്ന് പിറന്ന ഈ സഭയുടെ ശക്തമായ ഒരു പ്രാദേശിക രൂപമാണ് ചങ്ങനാശ്ശേരി അതിരൂപത. No other region has such an obsession in the positive sense with an ecclesial tradition which is immortalized in liturgy, history, spirituality, discipline, theology and contextual contemporary involvement. An appropriate catechesis എന്നും ചങ്ങനാശ്ശേരി അതിരൂപത ഈ സഭയ്ക്ക് നൽകിയിട്ടുണ്ട്. നമ്മളുടെ കുർബാനക്രമത്തിൽ, നെസ്റ്റോറിയസിൻ്റെ കുർബാനക്രമത്തിൽ അനാഫ്രയിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ ചെല്ലുന്നൊരു പ്രാർത്ഥനയുണ്ടല്ലോ. പ്രവാചകന്മാർ പ്രതീകങ്ങളിലൂടെ സൂചിപ്പിച്ചതും ശ്ലീഹന്മാർ പരസ്യമായി പ്രസംഗിച്ചതും രക്തസാക്ഷികൾ ജീവാർപ്പണം കൊണ്ട് സ്വന്തമാക്കിയതും മൽപ്പാന്മാർ ദേവാലയങ്ങളിൽ വ്യാഖ്യാനിച്ചതും പുരോഹിതന്മാർ വിശുദ്ധ ബലിപീഠത്തിൽ അർപ്പിച്ചതും ശംശാനാമാർ തങ്ങളുടെ കരങ്ങളിൽ വഹിച്ചതും ജനങ്ങൾ പാപപരിഹാരത്തിനായി സ്വീകരിച്ചതുമായ മിശിഹായുടെ സജീവവും മാനുഷികവും രക്തരഹിതവുമായ കുർബാന എല്ലായിടത്തും അർപ്പിക്കപ്പെടുന്നു. ഈ കുർബാനയാണ് യൂക്കരിസ്റ്റ് ഈസ് ദ ട്രഡീഷൻ. ആ ട്രഡീഷനെ വേണ്ട വിധം നമ്മുടെ സഭയിൽ എല്ലാവർക്കും സംതൃപ്തിയമാക്കി കൊടുക്കുവാനായിട്ട് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പിതാക്കന്മാർ പരിശ്രമിച്ചത് സ്നേഹാദരവോടെ ഇവിടെ ഓർക്കുകയാണ്. ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാന സ്വഭാവങ്ങളെല്ലാം സിറോ-മലബാർ സഭ കാത്തുസൂക്ഷിക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. കാൾ റാണർ അദ്ദേഹത്തിൻ്റെ അവസാന കാലത്തെ ഒരു ഗ്രന്ഥത്തിൽ പറഞ്ഞു, ദ ക്രിസ്ത്യൻ ഓഫ് ദ ഫ്യൂച്ചർ വിൽ ബി എ മിസ്റ്റിക് ഓർ ഹി വിൽ നോട്ട് എക്സിസ്റ്റ്. ഭാവിയിൽ ഒരു ക്രൈസ്തവൻ എന്ന് പറഞ്ഞാൽ മിസ്റ്റിക് ആയിട്ടുള്ള ആളായിരിക്കണം, അല്ലെങ്കിൽ ആ വാക്കിന് പോലും അർത്ഥമില്ല. അതുകൊണ്ടാണ് നമ്മളുടെ സഭയിൽ മൊണാസ്റ്റിസിസം, ദേറാകൾ, മിണ്ടാമഠങ്ങൾ, സുറിയാനി പഠന കേന്ദ്രങ്ങൾ, ലിറ്റർജി പഠന കേന്ദ്രങ്ങൾ, അൽമായ ദേവീശാസ്ത്ര പരിശീലന കേന്ദ്രങ്ങളെല്ലാം നമ്മൾ സ്ഥാപിച്ചതും ഈ അടിസ്ഥാനപരമായ മുഖം കാത്ത് സൂക്ഷിക്കാൻ വേണ്ടിയാണ്. ഇൻ സ്ക്രിപ്ചർ വി റീഡ് ക്രൈസ്റ്റ്, ഇൻ ലിറ്റർജി വി എക്സ്പീരിയൻസ് ക്രൈസ്റ്റ്, ഇൻ ഹിസ്റ്ററി വി ലേൺ അബൌട്ട് ദ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ്. Christianity is alive because Christ is alive. Church is Catholic because Christ is Catholic. Open to all and everybody. കാൾറാണറുടെ സുഹൃത്തായ സൈക്കോ തെറാപ്പിസ്റ്റ് ആൽബർട്ട് ഗ്വേറസ് അദ്ദേഹത്തിൻ്റെ ജർമ്മൻ ഭാഷയിലെ പുസ്തകത്തിൽ കെന്റ് ദി റെലിഗിയോൺ ദെൻ മെൻഷൻ, മതം മനുഷ്യനെ അറിയുന്നുണ്ടോ, പുസ്തകത്തിൻ്റെ ടൈറ്റിലാണ്. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, എന്നെ സംബന്ധിച്ചോളം ഈശോ എന്നാൽ എൻ്റെ ജീവിതത്തിൻ്റെ കണ്ടെത്തലാണ്. അവൻ്റെ നോട്ടം എന്നെ സ്പർശിക്കുന്നു, അവൻ്റെ വാക്കുകൾ എൻ്റെ ഉള്ളിലേക്ക്
കയറി എനിക്ക് സമാശ്വാസം നൽകുന്നു. അങ്ങനെയുള്ള വലിയ ഒരു അതിരൂപതയുടെ ആത്മീയ പൈതൃകത്തിലേക്കാണ് പറയിൽ പിതാവ് വരുന്നത്. ദർ ഈസ് നോ റീസൺ വൈ എ ട്രഡീഷൻ ഈസ് കൺസർവേറ്റീവ്. ഒരു നല്ല പാരമ്പര്യത്തിന് കൺസർവ് ചെയ്യാൻ മാത്രമേ പറ്റുകയുള്ളൂ. ഇറ്റ് നെവർ സ്കാറ്റേഴ്സ് ഓർ ഷാറ്റേഴ്സ്. എല്ലാ ആത്മീയ മൂല്യങ്ങളും ചേർത്ത് പിടിക്കുന്ന ഗ്യാദറാണ് ഒരു എക്ലീസിയൽ ട്രഡീഷൻ എന്ന് പറയുന്നത്. പറയിൽ പിതാവ് തനി ചങ്ങനാശ്ശേരിക്കാരനാണ്. ഞാൻ പറഞ്ഞത് ചങ്ങനാശ്ശേരി ടൗൺ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഇടവകയും. അങ്ങനെ ചങ്ങനാശ്ശേരിയെ നന്നായിട്ട് അറിയാവുന്ന ആളാണ്. നല്ല സോഷ്യൽ ഗ്രേസ് എപ്പോഴും കൂട്ടത്തിൽ കൊണ്ടു നടക്കുന്നയാൾ. ദൈവശാസ്ത്രവും മനഃശാസ്ത്രവും സാംസ്കാരിക വിഷയങ്ങളും ഒരുപോലെ ഹൃദയത്തിലും വാക്കുകളിലും കൊണ്ടു നടക്കുന്ന ആത്മനിത്യക്ഷനാണ് അദ്ദേഹം. ഓറിയന്റൽ ട്രഡീഷനിൽ പറയാറുണ്ടല്ലോ, ലിറ്റർജി ആഫ്റ്റർ ലിറ്റർജി. ലിറ്റർജിക്കൽ സെലിബ്രേഷൻ കഴിഞ്ഞാലും പിന്നീടുള്ള മണിക്കൂറും നമ്മൾ ലിറ്റർജിക്കലായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ള മൗലിക മാനങ്ങളൊക്കെ കാത്ത് സൂക്ഷിച്ച് പ്രഘോഷിക്കുന്ന പറയിൽ പിതാവിനെ ചങ്ങനാശ്ശേരിയുടെ മെത്രാപ്പൊലീത്തായിട്ട് കിട്ടിയതിൽ നമുക്കെല്ലാവർക്കും വലിയ വലിയ സന്തോഷമുണ്ട്. അങ്ങനെ ആ സന്തോഷം പൂർത്തിയാകുന്നത് ഇവിടെ നമ്മൾ കണ്ടതുപോലെ ഏറ്റവും വലിയ, ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രൂപതയായ ഷംഷാബാദിൻ്റെ മെത്രാനായിട്ട് ബഹുമാനപ്പെട്ട പ്രിൻസ് ആന്റണി പിതാവിനെ നമ്മളുടെ മേജർ ആർച്ച് ബിഷപ്പ് നിയോഗിച്ചപ്പോഴാണ്. പരിശുദ്ധ ഫ്രാൻസിസ് പിതാവ് പറയുന്നു, വി മസ്റ്റ് മൂവ് ഫ്രം എ മിഷൻ ടു എ മിഷണറി ചർച്ച്. ഇവാഞ്ചലൈസേഷൻ ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് ദ ചർച്ച്. പ്രിൻസ് പിതാവ് ഒരു ചാർജ്ഡ് ബാറ്ററി പോലെയാണ്. എപ്പോഴും ഫുള്ളായിട്ട് ചാർജുള്ള വ്യക്തിയാണ്. ഇവാഞ്ചലൈസേഷൻ ബൈ അട്രാക്ഷൻ ആണ് പിതാവിൻ്റെ മുഖമുദ്ര. സെയിന്റ് ആൻസലം പറയുന്ന ഒരു കാര്യമുണ്ട്, ഗോഡ് ഹാസ് ബിക്കം ഡർട്ടി ബൈ ഇൻകാർണേഷൻ. ദൈവം മനുഷ്യനായപ്പോൾ പുൽക്കൂട്ടിൽ പിറന്നു, ഒരുപാട് എതിർപ്പുകളും ഉണ്ടായി, വലിയ പലായനങ്ങൾ നടത്തേണ്ടി വന്നു, കുരിശുമരണം ഏറ്റെടുക്കേണ്ടി വന്നു. ഗോഡ് ഹാസ് ബിക്കം ഡർട്ടി. അതിൻ്റെ എല്ലാ മാനങ്ങളും കണ്ടെത്തിയ ആളാണ് ബഹുമാനപ്പെട്ട പ്രിൻസ് പിതാവ്. അദ്ദേഹത്തിൻ്റെ ശ്രോതാക്കളിൽ ഉദ്ധിതൻ പിറക്കുന്നിടം വരെ അദ്ദേഹം ഈറ്റുനോവ് അനുഭവിക്കുന്നത് ഞാൻ അനേക അവസരങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഉദ്ധിതനായ ഈശോയെ തൻ്റെ കേൾവിക്കാരിൽ കൊടുക്കാനുള്ള സമർപ്പിച്ച് അവരെ സംതൃപ്തിയിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമമാണ് അദ്ദേഹം എന്നും നടത്തുന്നത്. പ്രിൻസ് പിതാവ് വളരെ കഠിനാധ്വാനം ചെയ്യുന്ന ആളാണ്. ഗ്രാസ് റൂട്ട് ലെവലിൽ എല്ലാവരെയും കണ്ട് മനസ്സിലാക്കുന്നു. ഒരിക്കലും ഞാൻ അദിലാബാദ് പിതാവ്, ഞങ്ങൾക്കൊരു ഏരിയ കുന്നത്ത് പിതാവ് തന്നിരുന്നു, പാലാ മിഷൻ. അവിടെ അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം ഒരു കൂടം കൊണ്ട് പാറ പൊട്ടിക്കുകയാണ്. ഒരു സാധാരണക്കാരൻ്റെ വീട് വെച്ച് കൊടുക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട്. അങ്ങനെ ഏതു തരത്തിലും ഞാൻ ആ സീൻ അന്നും പിന്നീട് ഡിജിറ്റൽ മേഖലയിലും കണ്ടപ്പോൾ ഓർത്തു, ദൈവവചനത്തെക്കുറിച്ച് സഭയുടെ പിതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത്, ദൈവവചനത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ ഒരു പണിക്കാരൻ ഒരു കൂടം കൊണ്ട് പാറയ്ക്കിട്ട് അടിക്കുന്നത് പോലെയാണ്. ധാരാളം ചരികൾ പറന്ന് മുകളിലേക്ക് വരും. പ്രിൻസ് പിതാവിൻ്റെ കയ്യിൽ ഒരു തിരുവചനം കിട്ടുമ്പോൾ അദ്ദേഹം ഈ പണിക്കാരൻ പാറയ്ക്കിട്ട് കൂടം കൊണ്ട് അടിക്കുന്നത് പോലെയാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. എത്രയോ മാനങ്ങളിലേക്കാണ് അദ്ദേഹം ആ ചിന്തകൾ തിരുവചനവുമായിട്ട് കർത്താവിൻ്റെ ജനത്തെ കൊണ്ടുപോകുന്നതും അവർക്ക് സംതൃപ്തി നൽകുന്നതും. അങ്ങനെ നമുക്ക് വലിയ സന്തോഷം നൽകുന്ന ഈ ദിവസം, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സഭയിൽ ഒരുപക്ഷെ ഇത്ര പ്രൗഢഗംഭീരമായ 2 നിയമനങ്ങൾ നടത്താൻ അത്ര എളുപ്പമായിരിക്കുകയില്ല. ചങ്ങനാശ്ശേരിയും ഷംഷാബാദും. തറയിൽ പിതാവ്
എപ്പോഴും ഒരു അപ്പസ്റ്റോലിക് ഈസ്റ്റ്, അപ്പസ്റ്റോലിക് പുളിമാവ്, സാൾട്ട് കൊണ്ടു നടക്കുമ്പോൾ പ്രിൻസ് പിതാവ് എപ്പോഴും എവഞ്ചലിക്കൽ ആപ്പറ്റൈറ്റ് ആൻഡ് ടേസ്റ്റ് ആണ് മുഖ്യമായിട്ടും കൊണ്ടു നടക്കുന്നത്. രണ്ടുപേരുടെയും പ്രബോധനങ്ങളിൽ എല്ലാവരും, ഓരോ വിശ്വാസിയും ആൾട്ടർ ക്രിസ്തുസ്, ഈശോയുടെ നല്ലൊരു രൂപമാകണം. ആൾട്ടർ പരാക്ലെത്തോസ്, പരിശുദ്ധ റൂഹായുടെ നല്ലൊരു രൂപമാകണം. ആൾത്തര എക്ലീഷ്യ, സഭയുടെ നല്ലൊരു രൂപമാകണമെന്നുള്ള ആ ടീച്ചിങ്ങാണ് എപ്പോഴും കാണാനും മനസ്സിലാക്കാനും നമുക്ക് ഇടവന്നിട്ടുള്ളത്.